വാർത്തകൾ വിശദമായി. ഭരണ തുടർച്ച ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എത്ര സീറ്റെന്ന് ഇപ്പോൾ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള അതേ ആത്മവിശ്വാസമാണ് ഇപ്പോഴുള്ളതെന്നും ഉമ്മൻചാണ്ടി. എക്സിറ്റ് പോളിന്റെ കൌണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്, ജനങ്ങളുടെ വോട്ടാണ് നാളെ എണ്ണുന്നത്. ബിജെപി അക്കൌണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീൻ വെച്ചിട്ടാണ് നാളെ കൗണ്ടിംഗ് നടക്കുന്നത്. ആ കൗണ്ടിങ്ങിൽ UDF ജയിക്കും. UDFന്റെ ഭരണ തുടർച്ച ഉറപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യഫല സൂചനകൾ 8:30 അറിവാകും. 140 മണ്ഡലങ്ങളിലായി 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും വിരാമമിട്ട് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഫലപ്രഖ്യാപനം നാളെ 9 മണിയോടെ കേരളം ഇടത്തേക്കോ വലത്തേക്കോ എന്നത് വ്യക്തമാകും. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ഒരേ സമയം നടക്കും. ആകെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിന്റെയും വോട്ടെണ്ണൽ ഹാളുകളിൽ വരണാധികാരിയുടേതുൾപ്പെടെ പരമാവധി 15 മേശകളുണ്ടാകും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലും വോട്ട് എണ്ണി തുടങ്ങും. ഒരു പോളിംഗ് കേന്ദ്രത്തിലെ വോട്ടുകൾ ഒരു മേശയിൽ എന്ന രീതിയിലാണ് എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഒരേ സമയം എണ്ണാനാകും. ഒരു മെഷീനിലെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷമാകും അടുത്ത മെഷീൻ വോട്ടെണ്ണൽ മേശയിൽ എത്തിക്കുക. വോട്ടെണ്ണൽ തത്സമയം ജനങ്ങളിലെത്തിക്കാൻ രാവിലെ 6 മുതൽ പീപ്പിൾ ടിവിയും സജ്ജമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ട് പെട്ടിയിലായതോടെ മുന്നണികൾ കണക്കുകൂട്ടലുകളിലും കിഴിക്കലുകളിലും. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതും നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചിടിപ്പേറ്റുകയാണ്. ഫലം പുറത്തുവരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ LDFും UDFും BJPയും കണക്കുകൂട്ടലുകളിലാണ്. മികച്ച പോളിംഗ് ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷകരമാകും എന്ന ചർച്ചകൾ സജീവം. പോളിംഗ് കൂടിയാൽ വിജയം UDFിനെന്നും കുറഞ്ഞാൽ LDFിനെന്നുമുള്ള പഴയ വാദം ഇന്ന് ആരും കണക്കിലെടുക്കുന്നില്ല. 2011 തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഉണ്ടായപ്പോൾ വിജയം UDFിന് 75.12 അന്ന് പോളിംഗ്. നേരിയ ഭൂരിപക്ഷത്തിനാണ് UDF വിജയിച്ചു കയറിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 77.83%. എന്നാൽ വിജയം LDFിന്. പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലുകളിൽ കഴമ്പില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ മിക്കവയും LDFിന് മികച്ച വിജയം പ്രവചിക്കുകയാണ്. UDFിന് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നും പ്രമുഖർ പലരും കടപുഴകുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ചൂടുപിടിച്ചും ചർച്ചകൾ സജീവം. സംസ്ഥാനത്ത് സർക്കാരിനെതിരായ വികാരം ശക്തമായിരുന്നുവെന്നും അത് വോട്ടായി മാറിയെന്നുമാണ് LDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. എക്സിറ്റ് പോളുകളും അത് ശരിവയ്ക്കുകയാണ്. എന്നാൽ UDF ആകട്ടെ 72 മുതൽ 76 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ നിരത്തിയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എങ്കിലും പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത് തോൽവിയാണ്. BJP അക്കൌണ്ട് തുറക്കുമോ ഇല്ലയോ എന്നതും സജീവ ചർച്ചാ വിഷയം. മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിലെ വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും താമര വിരിയുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ചില എക്സിറ്റ് പോൾ ഫലങ്ങളും BJP അക്കൌണ്ട് തുറക്കുമെന്ന് സൂചന നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉദ്യോഗത്തിന്റെയും കൂട്ടിക്കിഴിക്കലിന്റെയും ഒരു ദിനം പിന്നിടുമ്പോൾ തലസ്ഥാന ജില്ലയിൽ എല്ലാ മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4% വർധനയാണ് തലസ്ഥാന ജില്ലയിൽ ഉണ്ടായത്. ഈ അധിക വർധന തങ്ങളെ തുണയ്ക്കുമെന്ന് 3 പ്രധാന മുന്നണികളും കരുതുന്നു. വോട്ട് മെഷീനിലായതിനു ശേഷം കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും ഒരു നീണ്ട പകൽ അസ്തമിച്ചു. രാഷ്ട്രീയ ഗുണിതത്തിന്റെ രസക്കൂട്ടുകൾ ചേരുംപടി ചേർന്നു എന്ന ആശങ്ക മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരേപോലെയുണ്ട്. ഗുണിച്ചും ഹരിച്ചും വട്ടമെത്തിക്കാനുള്ള പെടാപ്പാടിലാണ് രാഷ്ട്രീയ കക്ഷികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തേക്കാൾ മണ്ഡലം കമ്മിറ്റികൾ പറഞ്ഞ കണക്കിന്റെ കരുത്താണ് ഇടതുമുന്നണിക്ക്. തിരുവനന്തപുരം ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് മുൻ മന്ത്രി M. വിജയകുമാർ പറയുന്നു. 987 റിസൾട്ട് അതിൻ്റെ ഒരു ആവർത്തനമായിരിക്കും. പലതുകൊണ്ടും സാമ്യമുണ്ട് 987 ഈ ട്രിവാൻഡ്രത്ത് 14 അസംബ്ലി മണ്ഡലങ്ങളിൽ 13-ലും വിജയിച്ചു LDF. 87 ഏകദേശം സമാനമായ, അതിനേക്കാൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. 987 ആവർത്തിക്കും. 14 സീറ്റിലും പ്രതീക്ഷയുണ്ട്. 10-ലധികം സീറ്റ് ഉറപ്പിക്കാം. കനത്ത തോൽവി പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ സൃഷ്ടിച്ച അന്താളിപ്പിലാണ് UDF ക്യാമ്പ്. UDFിന് തോൽവി പ്രവചിച്ച രാഷ്ട്രീയ ജ്യോത്സ്യന്മാർക്ക് 19-ന് രാവിലെ കണക്ക് തെറ്റുമെന്നാണ് വീക്ഷണം റെസിഡൻഷ്യൽ എഡിറ്റർ അജിത് കുമാർ പറയുന്നത്.
അല്ല, 14-ൽ നമ്മുടെ ചില സർവേകളൊക്കെ കേവലം 2 സീറ്റുകളാണ് UDF-നായിട്ട് കനിഞ്ഞ് അനുവദിച്ചു തന്നിരിക്കുന്നത്. അത് ശരിയായിരിക്കില്ല എന്നുള്ളത് നമുക്ക് 19-ാം തീയതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാകും. അങ്ങനെയുള്ള വലിയൊരു പരിക്ക് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനോ UDF-നോ ഉണ്ടാകില്ല. ഇരു മുന്നണികളുടെയും കണക്ക് തെറ്റിക്കാൻ കഴിയാവുന്നവരാണ് തങ്ങളെന്ന കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന് രണ്ടഭിപ്രായമില്ല. താമര വിരിയുക തന്നെ ചെയ്യുമെന്ന് കുമ്മനം തറപ്പിച്ചു പറയുന്നു. BJP അടങ്ങുന്ന NDAക്ക് നല്ല പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. BJPക്കെതിരെ NDAക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണം നടത്തി. ഒരു കാരണവശാലും നിയമസഭയിൽ തൊടിയിക്കില്ല, കയറാൻ അനുവദിക്കില്ല, അക്കൗണ്ട് തുറക്കില്ല. 2 കൂട്ടരും ഒരേ കാര്യം പറയും. അപ്പം 2 കൂട്ടരും കൂടെ ഒരേ ആളിനെ കുത്തിക്കീറി വലിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 2 കൂട്ടരും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് BJP തോൽപ്പിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിപക്ഷം നേടാനായാൽ ഭരണം പിടിക്കാൻ കഴിയുമെന്നിരിക്കെ ജില്ലയുടെ ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ചിലരുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ കാണുന്ന ചുവരിനപ്പുറം ഉറങ്ങിക്കിടക്കുന്നത്. ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള പ്രഹരശേഷി അവയ്ക്കുണ്ട്. വിധി എന്താണെന്നറിയാൻ ഇനി കേവലം ഒരു ദിനം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന അർദ്ധസൈനികർക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ കുമാറിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കൊല്ലം ജില്ലയിലെ മികച്ച പോളിംഗിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇരുമുന്നണികളും 11 സീറ്റിലും വിജയപ്രതീക്ഷയിലാണ് LDF. എന്നാൽ 4-ൽ കൂടുതൽ സീറ്റ് ജില്ലയിൽ വിജയിക്കുമെന്ന് UDF-ഉം പ്രതീക്ഷിക്കുന്നു. കരുനാഗപ്പള്ളി, ഇരവിപുരം, കുണ്ടറ, ചവറ എന്നീ 4 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകില്ലെന്ന് ഇരുമുന്നണികളും അവകാശപ്പെടുമ്പോൾ പുതിയ വോട്ടർമാരിലാണ് ഇവരുടെ പ്രതീക്ഷ. നിലവിലെ സ്ഥിതിയിൽ നിന്ന് ഇടതുപക്ഷം മുന്നേറുമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. 11 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ജയിച്ചു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും വളരെ അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ 11 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ 9 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു ജില്ലയാണ്. ആ 9 സീറ്റ് കിട്ടിയതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവുമാണ് കാണുന്നത്. കൃത്യമായി ജനവികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത്. ജനവികാരം അനുസരിച്ചിട്ട് 11 സീറ്റ് കിട്ടും. എന്നാൽ കൈപ്പത്തിയുടെ MLA ഇക്കുറി ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് കൊടിക്കുന്ന് സുരേഷ് അവകാശപ്പെട്ടു. ഞങ്ങൾക്ക് ബഹുഭൂരിപക്ഷ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. അതിന് കാരണം സ്ഥാനാർത്ഥികളുടെ മികവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രമല്ല UDF-ൽ അനൈക്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇത്തവണ ഭൂരിപക്ഷ സീറ്റുകളിൽ ജില്ലയിൽ ജയിക്കുമെന്നുള്ളതാണ്. കൊട്ടാരക്കര, പുനലൂർ, കുന്നത്തൂർ എന്നീ LDF മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനായെന്ന് UDF പറയുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BJP. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരികെ വാർത്തകളിലേക്ക്. VS അച്യുതാനന്ദനും ഭാര്യയും വോട്ട് ചെയ്തപ്പോൾ G സുധാകരൻ എത്തിനോക്കിയെന്ന വാദം തെറ്റെന്നതിന് ദൃശ്യങ്ങൾ തെളിവ്. ബീപ് ശബ്ദം കേൾക്കുമ്പോൾ സുധാകരൻ വോട്ടിംഗ് യന്ത്രത്തിന് അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TVക്ക് ലഭ്യമായി. കഴിഞ്ഞ 16-ാം തീയതി വൈകിട്ട് 4 മണിയോടെയാണ് VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ നിന്നും വോട്ട് ചെയ്യുന്നതിനായി പറവൂരിലെത്തിയത്. പോളിംഗ് സ്റ്റേഷനിലെത്തിയ VS വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വോട്ടിംഗ് മെഷീൻ പ്രവർത്തിച്ചിരുന്നില്ല. ഈ സമയം സഹായത്തിനായി മകൻ അരുണും സ്ഥാനാർത്ഥിയായ G സുധാകരനും VS-നടുത്തെത്തി. പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസറോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ VS പിന്നീട് വോട്ട് ചെയ്തു. ഈ സമയം അരുണും G സുധാകരനും മാറി നിൽക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. VS-ന്റെ ഭാര്യ വോട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ വന്ന കാലതാമസം പരിശോധിക്കുന്ന ചിത്രങ്ങളെടുത്താണ് മാധ്യമങ്ങൾ G സുധാകരനെ ഇപ്പോൾ വേട്ടയാടുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ സ്ഥാനാർത്ഥികൾക്ക് കയറാൻ തടസ്സമില്ല എന്നിരിക്കെ 30-ലധികം വരുന്ന മാധ്യമപ്രവർത്തകർ പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുമതിയില്ലാതെ എങ്ങനെ ഹാളിനുള്ളിൽ പ്രവേശിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇപ്പോൾ വിശദമായ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, വിവരങ്ങൾ. പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന അനുസരിച്ച് G സുധാകരൻ, അതായത് VS വോട്ട് ചെയ്യുന്ന സമയത്ത് G സുധാകരൻ എത്തി നോക്കി എന്നുള്ളൊരു വാർത്തയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണമാണ്
ജി സുധാകരനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് തികച്ചും തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തു കാണിക്കുന്നത്. VS വോട്ട് ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിന് മുൻപും യന്ത്രത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് വോട്ട് ചെയ്യാൻ VS ശ്രമിച്ചപ്പോൾ അത് വോട്ട് ചെയ്യാനായിട്ട് ചില 1-2 സെക്കൻഡ് താമസം നേരിട്ടു. ഈ സമയത്ത് അരുണിനെ സഹായത്തിനായി വിളിക്കുന്നു. അരുൺ എത്തിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് സംസാരിക്കുന്നു. ഈ സമയം പ്രിസൈഡിംഗ് ഓഫീസർ ചില നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷമാണ് വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് അതിന് സെക്കൻഡുകൾക്ക് മുൻപ് തന്നെ സുധാകരൻ മാറി നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സമാനമായ സംഭവമാണ് VSന്റെ ഭാര്യ വോട്ട് ചെയ്യാൻ വന്നപ്പോഴും ഉണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുകൾ സംഭവിക്കുമ്പോൾ കൂടെയുള്ളവരോ അല്ലെങ്കിൽ മറ്റും സഹായിക്കുന്നത് സ്വാഭാവികമാണ്. ഇത്തരത്തിലുണ്ടായ ഒരു സംഭവമാണ്. ആ സാങ്കേതികത്വം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ആ സമയത്ത് അത് വിഷ്വൽ മീഡിയയും അതോടൊപ്പം തന്നെ പത്രങ്ങളും എടുത്ത ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജി സുധാകരനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ജി സുധാകരനെ അറ്റാക്ക് ചെയ്യുന്നൊരു സമീപനമായിരുന്നു ചില പത്രങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. സ്വാഭാവികമായിട്ടും എതിർ സ്ഥാനാർത്ഥി ഒരു പത്രത്തിൻ്റേത് കൂടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് തന്നെ ആവാം അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു കടന്നാക്രമണം ജി സുധാകരനെതിരെ ആദ്യഘട്ടത്തിൽ മുതലുണ്ടായി. ഇതിനെതിരെ പല പരാതികളും നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ജി സുധാകരനെതിരെ പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സംഭവം വരെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിലത്തെ ദിവസമുണ്ടായി. ഇത്തരത്തിൽ സുധാകരനെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UDF നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കഥകളെന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വളരെ വ്യക്തമായിരിക്കുകയാണ്. H. ഷാജഹാൻ, ആലപ്പുഴയിൽ നിന്നും. കണ്ണൂരിൽ ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്താനാവുമെന്ന് UDF കരുതുമ്പോൾ ജില്ലയിൽ സീറ്റ് വർദ്ധിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് LDF. കണ്ണൂർ ജില്ലയിലെ 5 മണ്ഡലങ്ങൾ ആർക്കൊപ്പം എന്നതാണ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഉയരുന്ന പ്രധാന ചർച്ച. ധർമ്മടം, പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, മട്ടന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കൾ പോലും സമ്മതിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു, അവസാനത്തെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിലയിരുത്തലിൽ 11 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 5 UDF കരസ്ഥമാക്കും. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിൽ ഉയർന്ന കോൺഗ്രസ് ഗ്രൂപ്പ് പോര്, സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ എന്നിവ നേരത്തെ UDF ഭരിച്ച മണ്ഡലങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് LDF. നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും UDF ജയിച്ച സീറ്റുകൾ ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്യും എന്നതാണ് പോളിംഗിന് ശേഷമുള്ള അനുഭവങ്ങൾ വിലയിരുത്തിയാൽ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ LDF മികച്ച വിജയം നേടും. LDF അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ജില്ലയിൽ ഉണ്ടായത്. അതേസമയം UDF BJP ബന്ധത്തിൽ ഒരു വോട്ട് വിൽപ്പന നടന്നുവെന്ന സംശയം LDF നേതാക്കൾ ആരോപിക്കുന്നു. അതുമാത്രമാണ് പേരാവൂർ, അഴീക്കോട്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ UDF അനുകൂല കാറ്റ് വീശാൻ സാധ്യത എന്നതാണ് ഇടതുപക്ഷ നിരീക്ഷണം. ജനാധിപത്യ രീതിയിലാണെങ്കിൽ കൂത്തുപറമ്പ്, അഴീക്കോട്, പേരാവൂർ, കണ്ണൂർ മണ്ഡലങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് തന്നെയാണ് LDF വിശ്വാസവും. വ്യക്തിഹത്യാ പ്രചരണം ജനങ്ങളിൽ ഏശുന്നില്ല എന്ന് വന്നപ്പോഴാണ് RSSന്റെ വോട്ട് വിലക്ക് വാങ്ങാൻ UDF തയ്യാറായത്. ഈ 5 മണ്ഡലങ്ങളും നിലനിർത്തുക തന്നെ ചെയ്യുമെന്നാണ് UDF പക്ഷം. അതേസമയം BJPയുമായി യാതൊരുവിധ കൂട്ടുകെട്ടുമില്ലെന്നും DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറയുന്നു. ഒരിക്കലും BJPയുമായി കോൺഗ്രസിന് ധാരണയുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ഒരു വോട്ട് പോലും ഏതെങ്കിലും രീതിയിൽ മറിക്കുക, തിരിക്കുക, വാങ്ങുക എന്നൊന്നും പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. ജില്ലയിലെ പ്രധാന മുന്നണികളുടെ പോളിംഗ് കണക്കുകൂട്ടലുകളിൽ ആത്മവിശ്വാസവും ആശങ്കയും ഒരുപോലെ നിഴലിച്ച ദിനങ്ങളാണ് കടന്നുപോയത്. ഫലം നാളെ അറിയാം. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തിരികെ വാർത്തകളിലേക്ക്. യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിൽ സുരക്ഷിതനാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത് ISL എന്നും യമനിലെ മറ്റൊരു ഭീകര സംഘടനയാണെന്നാണ് വിവരം. ഫാദർ ടോമിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് യമനിൽ ആയുധധാരികളായ തീവ്രവാദികൾ ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത്. ശക്തമായ മഴയിൽ തെക്കൻ കേരളത്തിൽ നിരവധിയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ 173 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിലും കടലാക്രമണം രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള തീരദേശ മേഖലയിലെ 100 കണക്കിന് വീടുകൾ ഇപ്പോൾ കടലാക്രമണ ഭീഷണിയിലാണ്. പുറക്കാട് പഞ്ചായത്തിലെ
തീരദേശ പ്രദേശത്തെ 7 വീടുകൾ തകർന്നു. നിരവധി വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇതിനോടകം 5 ക്യാമ്പുകൾ തുടങ്ങി 150-ലധികം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. MLA-മാരായ ജി സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയവർ തീരദേശ മേഖലയിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം ചെന്നൈയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ കാവ്യജീവിതം ആസ്പദമാക്കി രചിച്ച പുസ്തകം പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ പ്രകാശനം നിർവഹിച്ചു. ശ്രീകുമാരൻ തമ്പി രചിച്ച ചലച്ചിത്ര ലളിതഗാനങ്ങൾ, കവിതകൾ എന്നിവയുടെ അർത്ഥതലങ്ങളുടെ വിശകലനവും വീക്ഷണവുമാണ് പുസ്തകത്തിലുള്ളത്. കാവ്യസരസിലെ രാഗപൗർണമി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എഴുത്തുകാരനായ ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാറാണ്. പ്രൊഫസർ MK സാനുവിന് പുസ്തകം നൽകിക്കൊണ്ട് മോഹൻലാൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലും നെഗറ്റീവ് റോളുകളിൽ നിന്ന് ഉപനായകൻ്റെ പോസിറ്റീവ് കഥാപാത്രങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി സാർ. ഞാനെന്നും അത് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് തന്നെ അതിൻ്റെ എൻ്റെ വലിയൊരു ഗുരുത്വമായി കാണുന്നു. ഇത് ഞാൻ അദ്ദേഹത്തിന് ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ കാണുന്നു എന്നൊരു അവസരം സൃഷ്ടിച്ചത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകം പുറത്തിറക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ അധ്യക്ഷത വഹിച്ചു. മേയർ സൗമിനി ജെയിൻ, പ്രൊഫസർ CR റോമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെട്ട് 20 ദിവസമായിട്ടും പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ് കുഴങ്ങുന്നു. ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണത്തിന് പോയ പോലീസ് സംഘത്തിനും കാര്യമായ തുമ്പൊന്നും കിട്ടിയില്ലെന്നാണ് സൂചന. അതേസമയം അയൽവാസികളുടെ മൊഴിയെടുക്കൽ പോലീസ് തുടരുകയാണ്. പെരുമ്പാവൂരിൽ നിർമ്മാണ തൊഴിലാളിയായിരുന്ന ബംഗാളി യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൊലപാതക ദിവസം ജിഷയുടെ വീടിന്റെ പരിസരത്ത് ഇയാൾ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഇയാൾ ബംഗാളിലേക്ക് തിരിച്ചുപോയതോടെയാണ് പോലീസ് അന്വേഷണം ബംഗാളിലേക്ക് എത്തിയത്. തുടർന്ന് അന്വേഷണ സംഘം ഇയാളെ തേടി ഡാർജിലിംഗിലെത്തി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാളെ കുടുക്കിയെങ്കിലും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസിന് അറിയാനായിട്ടില്ലെന്നാണ് സൂചന. ജിഷയുടെ ശരീരത്തിലെ കടിയേറ്റ പാടുകളിൽ നിന്നും ശേഖരിച്ച ഉമിനീരിലെ DNA പ്രതിയുടേതാണെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത ഇതര സംസ്ഥാനക്കാരന്റെ DNA-യുമായി ജിഷയുടെ ചുരിദാറിൽ നിന്നും ശേഖരിച്ച ഉമിനീരിലെ DNA ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. നേരത്തെ കസ്റ്റഡിയിലെടുത്തവരുമായി നടത്തിയ DNA പരിശോധന പരാജയപ്പെട്ടതോടെയാണ് ബംഗാളി യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വഴിതിരിഞ്ഞത്. സമീപവാസികളിൽ ചിലരെങ്കിലും കൊലയാളിയെ കണ്ടിരിക്കാനിടയുണ്ടെന്ന് പോലീസ് കരുതുന്നു. എന്നാൽ ഇത് വെളിപ്പെടുത്താത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.